നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് തീർത്ത പ്രതിസന്ധിയിൽ വളരെയധികം വലയുകയാണ് പ്രവാസ ലോകം. ഇടയ്ക്കിടെയുള്ള യാത്രാ വിലക്കുകളും വിമാന കമ്പനികളുടെ സർവീസ് ഇല്ലായ്മയും ജോലി നഷ്ടമാകുമോ എന്ന ഭീതിയുമൊക്കെ പ്രവാസികളെ അലട്ടുന്നുണ്ട്. ഇതാ മറ്റൊരു പ്രതിസന്ധി കൂടി അവരെ തേടിയെത്തിയിരിക്കുകയാണ്. കോവിഡിൽ നാട്ടിലെത്തിയ പ്രവാസികൾക്ക് മടക്കയാത്ര വളരെയധികം ദുഷ്കരമായിരിക്കുന്നു. മലബാറിൽ നിന്നുള്ള കൂടുതൽ പേരും സൗദി അറേബ്യയിലാണ് ജോലി നോക്കുന്നത്. എന്നാൽ കോവിഡിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്ക് കാലാവധി കഴിഞ്ഞ വിസ പുതുക്കാനായിട്ടില്ല എന്നത് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വിസ കാലാവധി നീട്ടുവാൻ സൗദി ആഭ്യന്തര മന്ത്രാലയം അവസരം നൽകി. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കാരണം പകുതിയിലധികം പേർക്കും നാട്ടിൽ നിന്നുകൊണ്ട് വിസ പുതുക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. സൗദിയുടെ തൊഴിൽ നിയമ പരിഷ്കാരമാണ് വലിയ തിരിച്ചടിയായത്. താമസരേഖയായ ഇഖാമ പുതുക്കാൻ മുൻപ് 600 റിയാൽ, അതായത് 3 വർഷം മുമ്പ് നടപ്പാക്കിയ തൊഴിൽ നിയമ പരിഷ്കാരം പ്രവാസികൾക്ക് വമ്പൻ തിരിച്ചടിയായി. 1 വർഷത്തേക്ക് ഇഖാമ പുതുക്കാൻ പാസ്പോർട്ട് അതോറിറ്റിക്ക് 650 സൗദി റിയാൽ, അതായത് 12,867 രൂപ നൽകണം. മാത്രമല്ല തൊഴിൽ മന്ത്രാലയത്തിൽ 9,593 റിയാൽ, അതായത് 1,90,004 രൂപയും ലെവിയും അടയ്ക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇഖാമ പുതുക്കാനുള്ള ആകെ ചെലവ് 2 ലക്ഷമായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല അവധിക്കാലത്തിന് ലെവി നൽകേണ്ടുന്ന സാഹചര്യം കൂടെ ഉടലെടുത്തിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞത് 2 മാസത്തേക്ക് 200 റിയാലാണ്, അതായത് 3,961 രൂപ. പിന്നെ ഓരോ മാസത്തിനും 100 റിയാൽ, അതായത് 1,980 രൂപ വീതം നൽകണം. നാട്ടിലേക്ക് മടങ്ങിയവർക്ക് ഇഖാമ പുതുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. യാത്രാ നിരോധനം നിലവിലുള്ളതിനാൽ പലരും ഇഖാമ പുതുക്കാൻ ഇതുവരെ മുൻകൈ എടുത്തിട്ടില്ല. എന്തിനേറെ പറയുന്നു, 2 വർഷമായി നാട്ടിലെത്തി മടങ്ങാൻ കഴിയാത്ത പ്രവാസികളുമുണ്ട്. ഇഖാമയുടെ കാലാവധിയുള്ളവർക്ക് യാത്രാ നിരോധനം ഉള്ളതിനാൽ തിരികെ പോകാൻ സാധിച്ചിട്ടില്ല. മാലിദ്വീപ്, ഖത്തർ വഴി യാത്രയ്ക്ക് അവസരം കിട്ടിയതായിരുന്നു. പക്ഷേ വമ്പിച്ച ചെലവാണ് ഈ കാര്യത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത്. ഖത്തറിലും മാലിദ്വീപിലും 7 ദിവസം സമ്പർക്ക വിലക്കിൽ കഴിയണമെന്ന കടമ്പ കൂടി കടക്കേണ്ടതായിട്ടുണ്ട്. 3 സ്റ്റാർ ഹോട്ടലുകളിലെ ക്വാറന്റൈൻ ഉൾപ്പെടെ 2.5 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നാട്ടിൽ ഇഖാമ പുതുക്കി മറ്റു രാജ്യങ്ങളിലൂടെ സൗദിയിലെത്താൻ 5 ലക്ഷം രൂപയോളം വേണം. വായ്പ വാങ്ങി മടക്കയാത്ര നടത്താനും കഴിയില്ല. തൊഴിൽ ലെവിയായി മാസം 15,000 രൂപ മാറ്റിവെക്കേണ്ടതിനാൽ വായ്പ തിരിച്ചടയ്ക്കാൻ വരുമാനം തികയില്ലെന്നും പ്രവാസികൾ പറയുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.